ബട്ടർഫ്ലൈ ഒക്കെ ഉള്ള സുന്ദരി ഉടുപ്പാണല്ലോ. ഇതെന്റെ ഉടുപ്പല്ല, ഇതാരുടെ? അനിയത്തിന്റെ ഉടുപ്പാ. പക്ഷെ കറക്റ്റാ രണ്ടുപേർക്കും. ഒരേ അളവാണോ അപ്പൊ രണ്ടുപേർക്കും? അല്ല, എന്റെ ഉടുപ്പ് ഇവിടം വരെ ഉണ്ട്. ഇത്ര നീളമുണ്ട്. ഇത്രയും പൊക്കമുണ്ടോ അനിയത്തിക്ക്? ഇല്ല, അനിയത്തിക്ക് അത് അവിടം വരെ ഉണ്ട്. അനിയത്തി എത്ര ഇഷ്ടമാണ്? ഇത്ര ഇഷ്ടമാണോ? ഇത്ര ഇഷ്ടമാണോ? ഇത്രയും ഇഷ്ടമാണോ? അതിനേക്കാളും വലിയ ഇഷ്ടമാണ്. പക്ഷെ വഴക്കുണ്ടാക്കുവോ? വഴക്കൊക്കെ പിന്നുണ്ടല്ലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേയാ. ഇന്നുണ്ടല്ലോ ഹരിമാമന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ആണോ? അത് ചെലവൊന്നും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇരിക്കുന്നതാ. ഹരിക്ക് വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എത്രാമത്തെയാ? മുന്നത്തെ അപ്പങ്ങളമ്പാടിനും ഷൂ ഒരേ ഭാഗത്തേക്കാണല്ലേ. അതുകൊണ്ട് അത് കേട്ടിട്ട് എല്ലാരും ഇങ്ങനെ ചോദിക്കാം എന്താ. കൊറേ പേര് ചോദിച്ചു, അത് മനഃപൂർവ്വം കണ്ടന്റ് ആക്കാൻ വേണ്ടി ഇട്ടതാണോ എന്ന് ചോദിച്ചു. ഷൂ അങ്ങനെ 3 ആൾക്കാർ ചോദിച്ചു. അതേ ചോദിച്ചു. അപ്പൊ അല്ല പറഞ്ഞു. ഇന്നത്തെ പാട്ട് ഏതാണ്? നിറത്തിങ്കളെ. അതിന് ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാ? സിനിമ മൈ ബിഗ് ഫാദർ, ലിറിക്സ് വയലാർ സാർ, മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ, പാടിയത് മഞ്ചരി ആൻറ്റി, വർഷം 2009. ഓക്കെ, മിടുക്കി. കുട്ടി, താങ്ക് യു.
വാസുകുട്ടി ഈ വാവേനെ ഞാൻ എടുത്തോട്ടെ? ഇത് പാവയാ. അതെടുത്തോട്ടെ ഞാൻ? എടുത്തോട്ടെ മീനൂട്ടൻ. ആ എടുത്തോട്ടെ, ഞാൻ കൊണ്ടുപോവേ. ആ എടുക്കുവാണേ. ആ എന്നാ നമുക്ക് എടുക്കാം എല്ലാരും ചേച്ചി. നമുക്ക് കൊണ്ടുപോവാം. അതെ. എന്താ വാവയുടെ പേര്? വാമു. വാമു. വാമുവാ? ഒരു വെറൈറ്റി പേരല്ലേ? ഇത് ഫുൾ നെയിം വാമിക എന്ന്. വാമിക നാരായൺ. അവളുടെ അനിയത്തിയാണോ? അനിയത്തിയാണോ? ഓ, അതാണ് അതാണ് വാമു. ഞാൻ ചില സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് ചിലപ്പോ പേരെഴുതും. എഴുതി അപ്പൊ വെക്കും പേര്. പേരെഴുതുമ്പോ ചിലപ്പോ ഐന് പകരം യു ആവും. VAM ഐന് പകരം യു ആവും. അങ്ങനെയാണ് വാമു വാമു ആയത്. എന്നുള്ള പേര് വന്നത്. ആ. അപ്പൊ ഞാൻ വാമു ഇരിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ഇരുന്നോ. പക്ഷെ നല്ല പേരാട്ടോ, എന്തായാലും വെറൈറ്റി പേരാ. ഞാൻ വിചാരിച്ച് പയ്യൻസ് ആണെങ്കിലേ ആ. മൈറ്റ് ബി വിശ്വരൂപ് എന്നൊക്കെ ഭയങ്കര പേരിടുമായിരുന്നു. വാസുകി എന്നൊക്കെ പറയുന്നത്. ഘനഗംഭീരമായ പേര്. വിശ്വരൂപ്. ആ വിശ്വരൂപ്. ഈ കാണുന്നതാണ് വിശ്വരൂപ്. ഓ, കണ്ടാ പറയില്ല. അല്ലെങ്കിൽ വേറെ പേര് S എന്ന് പറഞ്ഞാൽ സമർത്ഥ്. സമൃദ്ധ എന്ന് പറഞ്ഞൊരു കുട്ടി എന്റെ ക്ലാസ്സിലുണ്ട്. ഉണ്ടോ? ക്ലാസ്സിലുണ്ട്. അപ്പൊ അത് വേണ്ട. അത് സമൃദ്ധ്, വേറെ ഇത് പേര് സമർത്ഥ്. സമർത്ഥ് അല്ല, ഇന്ന് ശരിക്കും സമർത്ഥ് ആരാണ്? സമർത്ഥ് നമ്മുടെ വാസുകുട്ടിയാണ്. നന്നായിട്ട് പാടിയില്ലേ? മിടുക്കിയായിട്ട് പാടി. ആ നിറതിങ്കളെ നറുപൈതലേ ഇനി എന്നുമെൻ പൊന്നുണ്ണീലേ ഒളിവിന്നിനി എന്നുള്ളിലാകെ. മാത്രമല്ല വോയിസ് കട്ട് ത്രൂ വോയിസ് ആണേ. അതെ. ഇവിടെ ഇങ്ങനെ നമ്മുടെ കാതി കൂടെ ഇങ്ങനെ തുളച്ച് വെളിയിലോട്ട് വരും. അങ്ങനത്തെ എവിടെ നിന്നാലും വാസുകുട്ടിയുടെ വോയിസ് നമുക്ക് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഒരു pleasant ഗ്രൂപ്പില് ആണ്. വാസുകുട്ടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ നമുക്ക് വെളിയിൽ നിന്ന് അറിയാൻ പറ്റും ദാ വാസുകുട്ടി. ആ. ആ അതാണ് വാസുകുട്ടിയുടെ ശബ്ദം അല്ലേ? പ്ലസന്റ് ആണ് എപ്പോഴും അല്ലേ? വാസുകുട്ടി ഭംഗിയായി പാടിട്ടോ. താങ്ക് യു. കണ്ണിടയുടെ കണ്ണിയൊരുക്കം കാവലനലേ ഇവരെന്നും ഇത്തിരി ഇങ്കു കുറക്കും നമ്മളനല്ലേ കുഴലുകളൂതി മുഴക്കണ കാവളം പൈങ്കിളി പെണ്ണാളേ കൂടുകൂടെയോടി നടക്കണ കൺമണി കുഞ്ഞിന് കൂട്ടായി വാ നീ കൊതിച്ചൊരുളാളരമെല്ലാം തുരു തുരു തുരിയും. കുട്ടിപ്പാപ്പ അടുത്തുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. കാണാനും അല്ലേ ഞങ്ങളെ? ഇത് എനിക്ക് ശരിക്കും ഈ സ്റ്റെപ്സ് പഠിപ്പിച്ചെന്നത് ആരാണ് ഗസ് ചെയ്യാൻ പറ്റുമോ? അമ്മ അമ്മ. അല്ലേ? അമ്മ അത് ഒരാളിനോട് ചോദിച്ചിട്ട് അമ്മ പഠിച്ചു. പക്ഷെ ആ ഡാൻസ് ആരാണ് അമ്മയ്ക്ക് പറഞ്ഞെടുത്ത് പറയാൻ ജിതയായിരിക്കും. ജിതക്കുട്ടിയാണോ? അല്ല, ക്ലൂ വേണം. എസ്തറിന്റെ അമ്മ. എസ്തറിന്റെ അമ്മ. നവനീതിന്റെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അമ്മ നവനീതിന്റെ അമ്മ. കറക്റ്റ്. ഓ, വൗ. നവനീതിന്റെ അമ്മൂമ്മയാണോ? അല്ല, അമ്മ. നവനീതിന്റെ അമ്മ. എന്തായാലും കൊള്ളാം. കിട്ടില്ല സ്റ്റെപ്സ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടി. കുഞ്ഞുവാവിനെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ? അതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റ ഇടല അതിന്റെ ഉള്ളിൽ. മറ്റേ ഇത് തീരുന്നതിന് മുന്നേ കൊച്ചിനെ ഇട്ടു. അല്ലാതെ പാട്ട് പാടാൻ റെഡിയുണ്ടേ? എന്തായാലും പാട്ട് അസലായിരുന്നു. താങ്ക് യു. നല്ല രസമായിരുന്നു. സ്വീറ്റ് ആയിരുന്നു, ക്യൂട്ട് ആയിരുന്നു കാണാനും കേൾക്കാനും. ഈ വരിയൊക്കെ ആരാ പഠിപ്പിച്ചു തന്നെ? അമ്മ. അമ്മ. എല്ലാം അമ്മയാണ്. ഡാൻസ് പഠിപ്പിച്ചു തന്നത് അമ്മ, പാട്ട് പഠിപ്പിച്ചത് അമ്മ. കുഞ്ഞാവേനെ ആരാ മേടിച്ചെന്ന്? അത് ഇവിടുത്തെയാ. ഇവിടുത്തെ കുഞ്ഞാവ. ശരി. കുഞ്ഞാവേ. പാട്ട് ആരാ സെലക്ട് ചെയ്ത് തന്നെ? പറഞ്ഞത് എടുത്തോളാം. എടുത്തോളാം. ആ. ഓ, സ്വന്തമായിരുന്നു, നമുക്ക് തരില്ലായിരുന്നു. ശരി. കെയർ ഓഫ് രാഘു. അതെ. അപ്പൊ മധുരമഴ വേണ്ടേ? ആർക്കൊക്കെ വേണം? വാസുവിനും വാമുവിനും കൂടെ തരട്ടെ. ആ അപ്പൊ വാസുവിനും വാമുവിനും പോരട്ടെ അങ്ങനെ ഒരു മധുരം മഴ. ഇടനെഞ്ചം മഞ്ചമായി ചമയുന്നിതാ വാത്സല്യമോടെ ഉണരുന്നിതാ പൊന്നുമ്മയോടെ. See you. See you. Bye. അയ്യോ കുഞ്ഞാവേനെ കൊണ്ടുവന്നില്ലേ? അതിനൊന്നും വേണ്ട. കുഞ്ഞാവ എന്നോട് മിണ്ടില്ല. ഇപ്പൊ അങ്ങനെയായോ? അവർക്ക് അതിനെ വേണ്ട. അത്ര തന്നെ. ഞാൻ വീട്ടില് ഇട്ട് പോയി. അതെ. കുഞ്ഞാവയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന്. ആണോ? അത് കുഞ്ഞാവ് എപ്പോ പറഞ്ഞു? ഈ ചെറിയ പ്രായത്തിൽ തന്നെ